RJ Sean. Guns and Roses എന്ന് പറയും പോലെ ഒരു പെൺകുട്ടി. She is bold, she is beautiful and she is Reema Kallingal. Reema, welcome to the show. Thank you, Sean. It's fun. ഇതിൽ ഏത് വാക്കാണ് റീമയ്ക്ക് ഏറ്റവും ലാപ്റ്റ്? Bold, beautiful. See, there's a reason why it's called bold and beautiful. അത് ഒരുമിച്ചുള്ള കോമ്പിനേഷനിലാണ് ഇതൊക്കെ എടുക്കുന്നത്. What is that reason? Because എനിക്ക് വരുന്ന റോൾസ് ഒക്കെ അങ്ങനെയാണ്. റീമ ഒരു ബോൾഡ് റോൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് വിളിക്കാൻ എല്ലാവരും. എനിക്കിപ്പോ മതിയായി. I'm very proud that people call me bold and beautiful and all that. പക്ഷെ എന്നാലും അത് എന്റെ ഫിലിം റോൾസിൽ റിഫ്ലക്ട് ചെയ്യുന്നത് എനിക്ക് തീരെ താല്പര്യമില്ല. Well, റീമ ഇപ്പൊ ഹസ്ബൻഡ്സ് ഇൻ ഗോവ എന്നുള്ള സെറ്റ് എന്ന് വരാണ്, right? Yes. ഹസ്ബൻഡ്സ് നേരിടുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, വൈഫ്സിന് ഉണ്ടാകുന്ന ചെറിയ ചെറിയ പ്രോബ്ലംസ്, അതെങ്ങനെ അവർ സോൾവ് ചെയ്യുന്നു, അത് ഒരുപാട് രസമുള്ള സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്ന ഒരു വെരി കോമിക് ഫൺ ലവ്ലി ഡവി മൂവി. ഹസ്ബൻഡ്സ് ഇൻ ഗോവ. കേരളത്തിലുള്ള ഹസ്ബൻഡ്സിനുള്ള മെസ്സേജ് എന്താണ്? എല്ലാവരും ഇതുപോലെ വൈഫിനെ വിട്ടിട്ട് ഗോവയ്ക്ക് പോകണോ, ഫ്രണ്ട്സ് ഒക്കെ ചേർന്നിട്ട്? ഇല്ല, ടേക്ക് യുവർ ടൈം ഓഫ്. നിങ്ങളുടെ സ്പേസ് നിങ്ങൾ എടുത്തോളൂ, നമ്മുടെ സ്പേസ് ഞങ്ങൾക്കും തരാം. പക്ഷെ ഇതിന്റെ ഇടയിൽ നമുക്ക് ലെറ്റ്സ് സ്ട്രൈക്ക് എ ഗ്രേറ്റ് ബാലൻസ്. കേരളത്തിലുള്ള ഹസ്ബൻഡ്സിന് ഈ വൈഫിനെ കൊണ്ട് തൊള്ളയാണെന്ന് പറയുന്നത് ശരിയാണോ? അല്ല അതെന്ത് ബോറ് പരിപാടിയാണ്. അങ്ങനെയൊന്നുമില്ല, അത് ഉണ്ടാവുമായിരിക്കാം. അതുപോലെ തന്നെ ഹസ്ബൻഡ്സിനെ കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഭാര്യമാരും ഉണ്ടാവും. റീമയെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഹസ്ബൻഡ് ഹാപ്പി ഹസ്ബൻഡ് ആയിരിക്കും. ഇപ്പൊ എല്ലാരും പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഇവരുടെ സ്പേസ് ക്ലട്ടർ ചെയ്ത് ഇവർക്ക് ഒരിക്കലും ഒരു ക്രിയേറ്റീവ് ഫ്രീഡമും കൊടുക്കുന്നില്ല, വേറെ ഒന്നിനും ഒരു ഫ്രീഡം കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. സോ ഐ വിൽ ഗിവ് മൈ ഹസ്ബൻഡ് ഓൾ ദ ഫ്രീഡം. ഫ്രീഡം ഫോർ വാട്ട്? ഫ്രീഡം ടു ഹാവ് ഫൺ ഇൻ ലിമിറ്റ്സ്. ലൈഫില് ഹസ്ബൻഡ് ഇല്ലാണ്ടാണോ റീമ ഹാപ്പി? അങ്ങനെയൊന്നുമില്ല. ആസ് ഓഫ് നൗ എനിക്ക് അതിന്റെ ഒരു ഭയങ്കരമായ ഒന്നും തോന്നുന്നില്ല. ഐ എം വെരി വെരി ഹാപ്പി ദ വേ ഐ ആം. ഒരു ചെക്കൻ വേണ്ട? ഒരു ചെക്കൻ ഇഷ്ടം പോലെ ചെക്കന്മാരുള്ള വലിയ അത്യാവശ്യമൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇല്ല, സമൃദ്ധയുടെ കല്യാണം ഫിക്സ് ചെയ്തപ്പോ വീട്ടിൽ അമ്മ വിളിച്ചു ചോദിച്ചില്ലേ, മോളെ സമൃദ്ധയുടെ ഒക്കെ കല്യാണമായി? ഇല്ല, എന്റെ അമ്മയ്ക്ക് അങ്ങനത്തെ ഒരു ടെൻഷനും ഇല്ല. ഷീ നോസ് when I'm ready I'll get married. So you're single? I'm single. And you're ready to? Mingle, yeah. When I'm ready I will get married. ഈ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് എന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് നമ്മൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ ഷാനെ കല്യാണം കഴിക്കണം. നമ്മളോ? ഞങ്ങൾ മാരീഡ് ആവും. ഇത് സ്റ്റാർ ജാം ഓൺ ക്ലബ് FM. ടൺ കണക്കിന് ഫൺ. Star Jam with RJ Sean. Well, Women's Day സ്പെഷ്യൽ റൗണ്ട് ആണ് ഞാൻ നടത്താൻ പോകുന്നത്. ആൻഡ് എന്റെ കൂടെ ഉണ്ട് മലയാളത്തിലെ ഏറ്റവും ചങ്കൂറ്റുള്ള പെൺകുട്ടി. വിമൻസ് ഡേയുടെ വീക്ക് കഴിഞ്ഞു. എല്ലാ പെൺകുട്ടികളൊന്നും ചങ്കൂറ്റം വേണോ റീമ? ഐ തിങ്ക് വേണം, നല്ലതാണ്. How do you define the word ചങ്കൂറ്റം? ഇല്ല, to stand up for yourself, to defend yourself, to stand up for your rights. അതിനുള്ള ചങ്കൂറ്റം ഉണ്ടായിരിക്കണം എല്ലാവർക്കും. റീമ എപ്പോഴെങ്കിലും ആർക്കെങ്കിലും വേണ്ടി ഫൈറ്റ് ചെയ്തിട്ടുണ്ടോ? See, if you feel violated, നമ്മുടെ ഒരു പേഴ്സണൽ സ്പേസ് ഉണ്ട് നമ്മുടെ ചുറ്റും, അത് നമ്മുടെ ഏരിയ ആണ്. ഞാൻ കേട്ടിട്ടുണ്ട് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ട്, ഒരു പെൺകുട്ടിക്ക് അവളുടെ കൈയിന്റെ ദൂരമാണ് അവളുടെ ഒരു പേഴ്സണൽ സ്പേസ് എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് ട്രൂ. വി ക്യാൻ ഫീൽ ആ ഒരു നമ്മുടെ ചുറ്റുമുള്ള എനർജി മാറുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവും. അത് ഐ തിങ്ക് ഇറ്റ്സ് എ വെരി ഫീമെയിൽ തിങ്. ഐ ഡോണ്ട് നോ അത് മെന്നിനുണ്ടോ എന്നുള്ളത്. അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. സോ ആ ഒരു പേഴ്സണൽ സ്പേസ് വയലേറ്റ് ആണ്. നമുക്ക് നമ്മളൊരു സ്ട്രേഞ്ചറെ വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ ടു ടേൺ ബാക്ക് ആൻഡ് ടെൽ ഹിം മൂവ് അവേ, ദിസ് ഇസ് മൈ സ്പേസ്, സ്റ്റേ അവേ എന്ന് പറയാനുള്ള ചങ്കൂറ്റം ഉണ്ടായിരിക്കണം. Alright, now വിമൻസ് ഡേ സ്പെഷ്യൽ ആയിട്ട് ഞാൻ കുറച്ച് ടോപ്പിക്സ് പറയാൻ പോവാണ്. സ്ഥിരമായിട്ട് പറയുന്ന കാര്യങ്ങൾ. ഇതിനെ കുറിച്ചുള്ള റീമയുടെ കമന്റ് എനിക്കറിയണം. എല്ലാ യുദ്ധത്തിന് പുറകിലും ഒരു പെണ്ണുണ്ടെന്ന് പറയും. Is that true? So not true. Yeah, that is so not fair. എല്ലാ ആണിന്റെ വിജയത്തിന് പുറകിലും അതാണ് ഞാൻ സമ്മതിച്ചത്. Come on, നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് പറയണ്ടേ? സോ മഹാഭാരത ആയാലും രാമായണ ആയാലും ഹെലൻ ഓഫ് ട്രോയുടെ ഇതായാലും അങ്ങനെ ഒരു 2-3 യുദ്ധം മാത്രം എടുത്തിട്ട് അങ്ങനെ കമന്റ് ചെയ്യാൻ പാടില്ല. എത്ര യുദ്ധങ്ങൾ നടന്നിരിക്കുന്നു, ഒരു 2-3 യുദ്ധം മാത്രം എടുത്ത്. ശരി, എന്നാ പിന്നെ ടെൽ മീ, ഒരു പെൺകുട്ടി ബാക്കിൽ ഇല്ലാത്ത ഒരു യുദ്ധത്തിന്റെ പേര് പറയും. കാർഗിൽ വാർ. കാർഗിൽ, പിന്നെ ഇൻഡോ ചൈന, അങ്ങനെ കുറെ ഉണ്ട്. ബിഹൈൻഡ് എവറി സക്സസ്ഫുൾ മാൻ ദേർ ഇസ് എ വുമൻ എന്ന് പറയും. ഇത് എല്ലാ വിമൻസ് ഡേ ടൈമിനും പറയുന്ന ഒരു വാചകമാണ്. ബട്ട് ഈസ് ഇറ്റ് റിയലി ട്രൂ? ഈ അമ്മ എന്ന് പറയുന്ന ഫാക്ടർ ഇല്ലാത്ത ഒരാളും ഈ ലോകത്ത് ഉണ്ടാവില്ല. അത് ഉണ്ടാവും, എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവും. അങ്ങനെ നോക്കുമ്പോൾ എവിടെയെങ്കിലും ഒക്കെ ആ ഒരു ഇൻഫ്ലുവൻസ് നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ ആണിന്റെയും പിന്നിലാണ് പെണ്ണ് എന്നാ പറയുന്നത്. എന്തുകൊണ്ട് മുന്നിലാണെന്ന് പറയുന്നില്ല? എല്ലാ ആണിന്റെയും വിജയത്തിന് പിന്നിൽ പെണ്ണ്, മുന്നിൽ എന്തുകൊണ്ട് പറയുന്നില്ല? ഐ തിങ്ക് ആ സൈലന്റ് സപ്പോർട്ടിന്റെ ഒരു സംഭവം ഉണ്ടല്ലോ. ഐ തിങ്ക് വി ഡോണ്ട് വാണ്ട് ടു ടേക്ക് ദ ലൈം ലൈറ്റ്, യു ടേക്ക് ഓൾ ദ ലൈം ലൈറ്റ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര മോഡസ്റ്റ് ആയി ഞങ്ങൾ ഇങ്ങനെ ബാക്കിൽ നിന്ന് അല്ല പറയും. Maybe that's why മലയാളത്തിൽ സൂപ്പർ സ്റ്റാർസ് കൂടുതൽ ആണുങ്ങളായത് അല്ലേ? അത് ഐ തിങ്ക് ഇറ്റ് ഇസ് എ വെരി വെരി സിമ്പിൾ റിഫ്ലക്ഷൻ ഓഫ് സൊസൈറ്റി. അഗൈൻ ഇറ്റ്സ് എ മെയിൽ ഡോമിനേറ്റഡ് സൊസൈറ്റി. അതുകൊണ്ടാണ് ആ വാചകം വന്നത്. ഒരു ആണ് തന്നെയാണോ ഇത് ഫ്രെയിം ചെയ്തത്? എല്ലാ ആണിന്റെ വിജയത്തിന് പിന്നിലാണ് പെണ്ണ്. മിക്കവാറും അതൊരാണായിരിക്കണം. ഫെമിനിസ്റ്റ് അപ്രോച്ച്. ക്ലബ് FM ടൺ കണക്കിന് ഫൺ. Star Jam with RJ Sean. കഴിഞ്ഞ
കഴിഞ്ഞ ആഴ്ച നടന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് സ്റ്റാർ ജാം ആണ്. എന്റെ കൂടെ ഉണ്ട് ദ ബ്യൂട്ടിഫുൾ, ദ ബോൾഡ്, ദ സൂപ്പർബ്, ദ ഗോർജിയസ് Dreema Kallingal. ഇനി തിരിച്ച് എന്നെ കുറിച്ച്. Shan is handsome, he talks a lot, then he kind of boring at times, but then I still like him. Okay, go ahead. മമ്മൂട്ടി പറഞ്ഞു ക്രിക്കറ്റ് മടിയന്മാരുടെ കളിയാണെന്ന്. അയ്യോ ആണോ? ഇല്ലല്ലോ, അതിന് come on, it takes a lot of effort, right? പണ്ട് ജോർജ് ബർണാഡ് ഷോ പറഞ്ഞിട്ടുണ്ട് 22 വിഡ്ഢികൾ കളിക്കുന്നു, 22,000 വിഡ്ഢികൾ അത് കാണുന്നു. Oh God, why? അതാണ് ക്രിക്കറ്റ് എല്ലാവരും കുറ്റം പറയുന്നു. ക്രിക്കറ്റ് എന്താ ഇത്ര പാവം ഗെയിം അല്ല, നല്ല ഗെയിം അല്ല. ഐ ഫൈൻഡ് എ ലോട്ട് ഓഫ് ഫൺ. ജെന്റിൽമാൻസ് ഗെയിം എന്ന് പറയുന്നതിന് ഒരു റീസൺ ഉണ്ട് അതിന്. It takes a lot of endurance. It's not just about speed and vigor. It's a lot about patience. It's a lot about how you look at the game. ഇനി ഇന്ത്യയിലുള്ള എല്ലാ പെൺകുട്ടികൾക്കും ഇപ്പൊ ഒരു പുതിയ പ്രാന്ത് പിടിച്ചിട്ടുണ്ട്. ആ പ്രാന്തിന്റെ പേര് വിരാട് കോഹ്ലി എന്നാണ്. Yeah, he's quite handsome. He looks like a great promise for India. Why not? ഇന്ത്യൻ ടീമിൽ ഇപ്പൊ ഏറ്റവും കാണാൻ കൊള്ളാവുന്ന ഇവനാണോ? ഇല്ല, see, I think most women like the dashing, go-getting attitude of his. മമ്മൂട്ടി ഫുട്ബോളിനെ പ്രൊമോട്ട് ചെയ്യാനാണ് പറഞ്ഞത്. റീമ ഏതിന്റെ ബ്രാൻഡ് അംബാസിഡർ ആവും? ഹോക്കി, ഫുട്ബോൾ, ക്രിക്കറ്റ്. ഫുട്ബോളിനും ക്രിക്കറ്റിനൊക്കെ അത്യാവശ്യം കൂടുതൽ ആൾക്കാരുണ്ട്. So let's promote our national game, hockey. Okay, Shan, come on, let's do it together. Yeah, chuck the India. ഹോക്കി ടീം എത്തി ഒളിമ്പിക്സിൽ കളിക്കാൻ പോകുന്നു. ഫൈൻ, ഫാന്റാസ്റ്റിക്. ബട്ട് ശ്രീജേഷ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞു എനിക്ക് തരാന്ന് പറഞ്ഞ പണ്ടത്തെ 5 ലക്ഷം ഇനിയും കിട്ടിയിട്ടില്ല എന്ന്. See, that is really, really sad ട്ടോ. ഞാൻ അതുമാതിരി തന്നെ നമ്മുടെ വോളിബോൾ ടീം, നമ്മുടെ കേരളത്തിലെ വോളിബോൾ ടീമാണ് ഇപ്രാവശ്യം നാഷണൽസ് വിൻ ചെയ്തിട്ടുള്ളത്. ആൻഡ് ദേ ഡിഡ്ന്റ് ഹാവ് എ പ്ലേസ് ടു റിഹേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പേപ്പറിൽ ഒരിക്കൽ വായിച്ചിരുന്നു. ബിക്കോസ് അവർ റിഹേഴ്സ് ചെയ്യുന്ന സ്പേസ് ഒരു കല്യാണത്തിന് കൊടുത്തിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ വായിച്ചിരുന്നു. ഇത് ശരിക്കും ചക്ബേ ഇന്ത്യയിൽ ആ മറ്റേ രാംലീല മൈതാനാക്കിയ പോലെ ശരിക്കും റിയൽ ലൈഫിൽ നടക്കുന്നു എന്ന് പറയുന്നത് atrocious, man. Do you think politicians ഇവിടെ പ്രോമിസ് ആണ് കൂടുതൽ നടത്തുന്നത്, കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല എന്ന്? That is what we are seeing, right? ഇവരൊക്കെ പറയുന്നത് കേട്ടിട്ട് അതാണ് തോന്നുന്നത്. I think they should keep their word. കബഡി വേൾഡ് കപ്പിൽ നമ്മൾ ജയിച്ചു. ജയിച്ചത് വിമൻസ് ടീമാണ്. അവർ കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്നു. ഒരാൾ അവരെ സ്വീകരിക്കാൻ പോലും ഉണ്ടായിരുന്നില്ല. ആസ് എ പെൺകുട്ടി വിമൻസ് ഡേ കഴിഞ്ഞ ആഴ്ച ടെൽ മീ എന്താ ഇതിനുള്ള? Come on, വേൾഡ് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്ത് വരുന്ന ഒരു ടീമിനെ ഓണർ ചെയ്യാനായിട്ട് നമ്മുടെ സ്പോർട്സ് അസോസിയേഷൻ അല്ലെങ്കിൽ നമ്മുടെ സ്പോർട്സ് മിനിസ്ട്രിക്ക് പറ്റുന്നില്ലെങ്കിൽ അത് അവരുടെ സൈഡിൽ നിന്ന് നടക്കുന്ന ഭയങ്കരമായ ഒരു why seriously പിന്നെ എന്തിന് election? I know, man. രക്തം തിളക്കുന്നുണ്ടോ? കുറച്ച് അത്യാവശ്യമൊക്കെ. സ്റ്റാർ ജാം ഓൺ ക്ലബ് FM ടൺ കണക്കിന് fun. Club FM 94.3. Star Jam with RJ Sean. വിമൻസ് ഡേ കഴിഞ്ഞ വീക്കെൻഡിലാണ് നമ്മളിപ്പോ ഇരിക്കുന്നത്. ആൻഡ് എന്റെ കൂടെ റീമ കലിംഗൽ ഉണ്ട്. വെൽ, റിയാക്ട് ഈ ഒരു വാക്കാണ് ഇപ്പൊ സ്ത്രീകളുടെ പവർ. റീമ എപ്പോഴെങ്കിലും ആരെങ്കിലും റിയാക്ട് ചെയ്തിട്ടുണ്ടോ? വൺ ഇൻസ്റ്റൻസ് വുഡ് ബി, ഞാൻ ബാംഗ്ലൂർ താമസിക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും ഐ യൂസ് ടു ട്രാവൽ ബസ്സിൽ അപ്പ് ആൻഡ് ഡൗൺ തൃശ്ശൂർ ബാംഗ്ലൂർ. ആ സമയത്ത് there was this guy who was trying to act fresh. അവൻ ഫ്രണ്ടിലിരിക്കുന്ന ആൾ കേട്ടോ, അയ്യോ എന്തോരം കഷ്ടപ്പാടുണ്ടെന്ന് ആലോചിച്ച് നോക്കൂ. ഫ്രണ്ടിലിരുന്ന് തിരിഞ്ഞിരുന്നിട്ട് he was trying to fill me up and I was like, buddy, seriously, are you that desperate? ആൻഡ് രാത്രിയായിരുന്നു. പിന്നെ അവൻ ഫ്രണ്ടിലായിരുന്നു. അപ്പൊ തിരിഞ്ഞിരുന്നിട്ട് he was trying to reach out to my legs, കാലില്. അപ്പൊ നമ്മള് എത്ര ഉറക്കമാണെങ്കിലും ഡീപ് സ്ലീപ്പിലേക്ക് പോകാൻ പറ്റില്ല. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്കൊക്കെ ഒരു പബ്ലിക് ആയിട്ട് ഒരു സ്ഥലത്ത് കിടന്ന് ഉറങ്ങുമ്പോൾ ചെറിയ ഒരു ടച്ചിന് പോലും നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുമ്പോൾ ഐ വോക്കപ്പ്. ഞാൻ അവന്റെ കൈമ പിടിച്ചിട്ട് ഞാൻ എണീക്കാൻ പറഞ്ഞു. ഞാൻ വണ്ടി ബസ് സ്റ്റോപ്പ് ചെയ്യിപ്പിച്ച് ഞാൻ പറഞ്ഞു, ചേട്ടാ, എന്റെ കൂടെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് അവരെ വിളിച്ചിട്ട് എനിക്ക് അവനെ അടിക്കണം, പ്ലീസ് എനിക്ക് അവനെ അടിക്കണം എന്നുള്ളതായിരുന്നു ഇഷ്യൂ ആ സമയത്ത്. പിന്നെ എന്റെ ഫ്രണ്ട്സ് കാര്യം ചെയ്തു. I have slapped a guy in a bus. വളരെ പണ്ടാണ് സ്കൂളിൽ പഠിക്കുമ്പോ. അപ്പൊ ഞാൻ ലൈൻ ബസ്സിലൊക്കെ തീരെ പോയിട്ടില്ല. അപ്പൊ 10th സ്പെഷ്യൽ ക്ലാസ്സിലാണ് ആദ്യമായിട്ട് ലൈൻ ബസ്സിലൊക്കെ പോകുന്നത്. അപ്പൊ എനിക്ക് അറിയില്ല ഈ ഫ്രണ്ടിലെ ബാക്കിൽ അങ്ങനെ നിൽക്കില്ല, അങ്ങനെ കറക്റ്റ് ആയിട്ടൊന്നും അറിയുണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ നിൽക്കുന്നതിന്റെ തൊട്ട് ബാക്കിൽ there was this guy. അപ്പൊ I didn't understand what was happening ആദ്യം. അപ്പൊ ഞാൻ like what the hell. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ like what are you doing buddy? അപ്പൊ തള്ളി. പക്ഷെ ഞങ്ങള് ഐ തിങ്ക് യു ഷുഡ്. ഇപ്പൊ ഏറ്റവും കൂടുതൽ സീരിയസ് ആയിട്ട് നടക്കുന്ന കാര്യം ട്രെയിനിൽ സെക്യൂരിറ്റി ഇല്ല. ട്രെയിനിൽ TTE വരെ ഇല്ല കേട്ടോ. എനിക്ക് ട്രെയിൻ ജേർണീസ് ഒക്കെ വളരെ TTE എന്ന് പറയുമ്പോൾ ഞാൻ പറയേണ്ടത് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള TTEs ആണ് എനിക്കോ എന്റെ ഓർമ്മയിൽ ഇപ്പൊ വരും. അതെ, നല്ലത് പറയട്ടെ. ഞാൻ എന്റെ പൊട്ട മാത്രം പറയാൻ പാടില്ലല്ലോ. എനിക്ക് ഇതുപോലെ പല സമയത്ത് നമുക്ക് സീറ്റ് ഇല്ലാതെ അല്ലെങ്കിൽ ടിക്കറ്റ്സ് കൺഫേംഡ് അല്ലാതെ അല്ലെങ്കിൽ തത്കാലിലൊക്കെ ബുക്ക് ചെയ്ത് അങ്ങനത്തെ പ്രോബ്ലംസ് വരുമ്പോൾ എന്നെ ഇതുവരെ എനിക്ക് വളരെ നല്ല
നല്ല എക്സ്പീരിയൻസസ് ആണ് ഉണ്ടായിട്ടുള്ളത്. എപ്പോഴെങ്കിലും പിന്നെ ഏതെങ്കിലും മോശം TT എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ? വളരെ അടുത്ത് ഇപ്പൊ 22 ഫീമെയിൽ കോട്ടയത്തിന്റെ റൈറ്റർ അഭിലാഷ്, ഹി ഹാഡ് എ ടിക്കറ്റ്, പക്ഷെ കൺഫേംഡ് അല്ലായിരുന്നു. അപ്പൊ ആളുടെ അടുത്ത് എത്ര പറഞ്ഞിട്ടും ആൾ സമ്മതിക്കുന്നില്ല. ആൾ പറഞ്ഞു ഞാൻ ഇറക്കി വിടും, വെറുതെ കളിക്കണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങേക്കന്ന് വളരെ അത്യാവശ്യമായിട്ട് ബാംഗ്ലൂർ എത്തേണ്ട കാര്യം ഉണ്ടായിരുന്നു അഭിലാഷിന്. ബട്ട് TT didn't let him. തിരിച്ചു വന്നു. അപ്പൊ അയാൾക്ക് എന്തോ എന്നോട് എന്തോ പേഴ്സണൽ വൈരാഗ്യമുള്ള പോലെയാണ് ആൾ സംസാരിച്ചിരുന്നത്. എപ്പോഴെങ്കിലും ഏതെങ്കിലും TT മോശം റിയാക്ട് ചെയ്താൽ എങ്ങനെ തിരിച്ച് റിയാക്ട് ചെയ്യും? I would have reacted. Why not? ട്രെയിനിന്റെ ചെയിൻ പിടിച്ച് വലിച്ച് നിർത്തുവോ? അത്രയ്ക്ക് അലമ്പ് സീനാണെങ്കിൽ ഞാൻ അതും ചെയ്തു വരും. ചെയ്യണ്ടേ? ചെയ്യണം, ഷുവർ ആയിട്ടും ചെയ്യണം. ഇത് ക്ലബ് FM സ്റ്റാർ ജാം വിത്ത് റീമ കലിംഗൽ.